ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമോജ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും LGSനും അതുപോലെ തന്നെ LDBFക്കും വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നോക്കാനുള്ള ഉദ്ദേശത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സെഷനിലേക്ക് പോവല്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഇപ്പോൾ 10 പെൻസിലിൻ്റെ വിറ്റ വിലയും 15 പെൻസിലിൻ്റെ വാങ്ങിയ വിലയും തുല്യം എങ്കിൽ ലാഭശതമാനം എത്ര? എടാ, നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം അറിയാം. നമുക്ക് കോസ്റ്റ് പ്രൈസ്, അതായത് വാങ്ങിയ വിലയെ നമുക്ക് ഇംഗ്ലീഷ് വിളിക്കണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കാം. വിറ്റ വിലയെ എങ്ങനെ വിളിക്കാം? നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കാം. ഷോർട്ടാക്കണമെങ്കിൽ SP എന്ന് പറയാം. അതേപോലെ തന്നെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസിന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? SCP എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ഇങ്ങനെ എഴുതണം. 10 പെൻസിലിൻ്റെ വിറ്റ വില. അപ്പോൾ 10 പെൻസിലിൻ്റെ വിറ്റ വില എന്ന് പറയുമ്പോൾ 10 SP എന്ന് എഴുതിക്കൂടെ? അവിടെ 10 പെൻസിലിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു, കാരണം തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഈക്വൽ ടു 15 പെൻസിലിൻ്റെ കോസ്റ്റ് പ്രൈസ് ഇട്ട് കൊടുത്തു. നമ്മുടെ ഇതുപോലെ ചെയ്താൽ മതി. ഒരു തെറ്റും വേണ്ട, ഒരു തെറ്റും പറ്റുകയുമില്ല. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇവിടെ ഈ അക്ഷരങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെയുള്ള CP അവിടെ ഉണ്ട്, ഇവിടെ SP അങ്ങോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ അക്ഷരങ്ങളൊന്ന് കൊണ്ടുപോകാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. SP ഡിവൈഡഡ് ബൈ CP എന്ന് എഴുതി. അതിനുശേഷം ഈ 15 ഇപ്പറുണ്ട്, ഈ 10 അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബൈ 10 ആയില്ലേ. നോക്കടാ, ഇവിടെ കൂടെ SP ഈ CP ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബൈ CP, കാരണം ഇവിടെ ഇൻറ്റു ആണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ ആയി. ഇവിടെ ഈ 15ൻ്റെ ഭാഗത്തേക്ക് 10 കൊണ്ടുപോയി, അപ്പോൾ ബൈ 10 ആയി. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. വെട്ടിച്ചുരുക്കുകയാണെങ്കിൽ വെട്ടിച്ചുരുക്കി ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇതിൻ്റെ മീനിങ് ഇത്രയാണ്. ഈ ഫ്രാക്ഷനും ആ ഫ്രാക്ഷനും തുല്യമാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 15ഉം കോസ്റ്റ് പ്രൈസ് 10ഉം എന്നാണ് അർത്ഥം. ചോദ്യം നോർമലായി എന്താണ്? 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 15 രൂപയ്ക്ക് വിറ്റു, എന്ത് കിട്ടും? ലാഭം കിട്ടും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക? എത്രയാണോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ കൂടെ എത്രയാണോ പ്രോഫിറ്റ് കിട്ടിയത് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് കിട്ടുക? 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 15 രൂപയ്ക്ക് വിറ്റാൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക? 5 രൂപ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ബൈ 10 ഇൻറ്റു 100. ഇതിൽ വെട്ടിച്ചുരുക്കി എൻ്റെ ആൻസർ 5 × 10 50%. സിമ്പിൾ. 50% സിമ്പിൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കടാ, ഞാൻ ഒന്നും ചെയ്തില്ല. 10 SP എന്ന് എഴുതി, അതായത് 10 സാധനങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 15 സാധനങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് എഴുതി. അക്ഷരങ്ങളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു, അക്കങ്ങളെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 2 ഫ്രാക്ഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസും കിട്ടി, സെല്ലിംഗ് പ്രൈസും കിട്ടി. നേരെ ചെയ്തു, എൻ്റെ ആൻസറായി. ഒന്നും കൂടി വീഡിയോ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി കാണാൻ സെറ്റാക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറിയല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 240 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിനെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കണം. ഗോളം അല്ലേ, ഗോളം എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലുള്ളൊരു സംഭവം. ഈ ഗോളത്തിന് ഞാൻ 2 അർദ്ധഗോളങ്ങളായിട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ ഉപരിതല വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്രയാണ്? എങ്ങനെയാണ് കാണാം? നമുക്ക് പ്രത്യേകിച്ച് പറയാം, ജോമെട്രിക്കൽ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം, മസ്റ്റാണ്. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 4πr². പൈയുടെ വില അറിയാലോ. പൈയുടെ വില ജസ്റ്റ് അറിഞ്ഞ് വെച്ചിരിക്കണം. 2 വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റും. 22/7 എന്ന് ഇട്ട് കൊടുക്കുക, 3.14 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, സെറ്റ്. വൃത്താകൃതിയിലുള്ള എന്ത് ഷേപ്പ് വന്നാലും അതിൽ പൈ വരും, കാരണം വൃത്തത്തിൽ മാത്രമേ നമ്മൾ പൈ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കണം. ഉപരിതല വിസ്തീർണം ഗോളത്തിൻ്റെ 4πr² ആണെങ്കിൽ എന്താണ് അർദ്ധഗോളത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല? ഇത് മൊത്തം 4πr² ആണെങ്കിൽ പകുതി 2πr² എന്ന് തോന്നും. ഒരിക്കലുമില്ല, അത് തെറ്റായിരിക്കും. അർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇതുവരെ എടുത്ത 2πr² ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഷേപ്പ് കൂടി വരുന്നില്ലേ. ഇപ്പോൾ നമ്മുടെ അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെ 2πr², കൂടെ ഇത് കൂടി വരുന്നില്ലേ. അപ്പോൾ ചേരുമ്പോൾ 3πr² ആയിരിക്കും അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള
ഫോർമുല. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ നോക്കടാ. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് വാല്യൂസ് ഇപ്പോൾ ആറിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ കിട്ടണം. ഇത് കിട്ടാനുള്ള ക്ലൂ അവർ തന്നെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാടാ? 240 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അത് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ഇതൊന്ന് വായിക്കുന്നുണ്ട്. അത് വെച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം. ഇത്രയുള്ള നോക്കുന്ന സമയത്ത് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല ഇട്ട് കൊടുത്തു. അത്രയാണ് 4πr². അത് എത്രയാണ് തന്നിട്ടുണ്ട്? 240 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ πr² കണ്ടൂടെ? എന്ത് കിട്ടും? 240/4 വെട്ടിച്ചുരുക്കിയാൽ എനിക്ക് 60 കിട്ടും. അതായത് 60 സെൻറ്റിമീറ്റർ² അല്ലേ? ഇവിടെ πr² കിട്ടി 60. ഇനി അടുത്തത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 3πr². അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? πr² വാല്യൂ കിട്ടിയിട്ടുണ്ട് 60. അങ്ങനെയാണെങ്കിൽ 3 × 60, എൻ്റെ ആൻസർ 180 സെൻറ്റിമീറ്റർ². ഉപരിതല വിസ്തീർണം പറയുമ്പോൾ സ്ക്വയറിൽ സെൻറ്റിമീറ്റർ² എന്നാണ് വരിക കേട്ടോ. അപ്പോൾ നോക്കടാ, ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ സി ഒരേ ഒരു ആൻസർ. സെറ്റ്. ഓക്കെ അല്ലേ? അടിപൊളിടാ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് ഇതിന് ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ഫോർമുല അറിഞ്ഞു വെക്കാമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദയവായിട്ട് ജോമെട്രിയിൽ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതിട്ട് കൊടുക്കുക. ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സെറ്റ്. സൂപ്പർ ക്വസ്റ്റ്യനാണ്. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും കൂടി ഗുണിച്ചപ്പോൾ 125 കിട്ടി എങ്കിൽ ആ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ നോക്കടാ, ഇത് ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇക്വേഷൻ ഇട്ടൊക്കെ ചെയ്യുന്ന മുമ്പ് ഇത് സർവ്വസമവാക്യങ്ങൾ എന്നുള്ളൊരു സംഭവത്തിലുള്ളതാണ്. നിങ്ങൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കടാ, ഇപ്പോൾ ആദ്യത്തെ സംഖ്യ എയും രണ്ടാമത്തെ സംഖ്യ ബി എന്നിരിക്കട്ടെ. 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ a+b ആയിരിക്കില്ലേ? അടുത്തത് അവയുടെ വ്യത്യാസം പറഞ്ഞാൽ a-b ആയിരിക്കില്ലേ? നോക്കടാ, തുകയായി വ്യത്യാസമായി. ഇത് 2 ബ്രാക്കറ്റുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ഗുണിക്കുക എന്നല്ലേ അർത്ഥം. അപ്പോൾ നോക്കടാ, ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തോ ഒരു ഉത്തരം കിട്ടും. അവർ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 125. എങ്കിൽ ആ സംഖ്യയുടെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട് 125. എടാ, ഇത് ഏത് ഫോർമുലയാടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാ വരിക? a² - b² അല്ലേ? a+b × a-b എന്ന് പറയേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അവർ തന്നിട്ടില്ല. എത്രയാണ്? 125 അല്ലേ? 125. ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവരുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഡയറക്റ്റ് അവർ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി 125. ഇത്രയുള്ള വേറെ ലെവലിൽ കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വിളിക്കുക. ഈ സമവാക്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് വളരെയധികം ഉപകാരമായിരിക്കും. കാരണം ഈ ഫോർമുല നമുക്ക് ഡയറക്റ്റ് തന്നാൽ നമുക്ക് തിരിച്ചറിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ അവർ തന്നത് എങ്ങനെയാണ്? 2 സംഖ്യകളുടെ തുകയും വ്യത്യാസം തമ്മിൽ ഗുണിച്ചാൽ ഉള്ളതാണ് 125 തന്നിട്ടുണ്ട്. അപ്പോൾ ആ 125 തന്നെയാണ് അവയുടെ വർഗ്ഗത്തിൻ്റെ വ്യത്യാസം. സെറ്റല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നിങ്ങൾ എല്ലാ വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, സപ്പോർട്ട് ഒന്നും കൂടി ഒന്ന് ഊർജിതമാക്കി ഉഷാറാക്കി തരണം. കാരണം കമൻറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാ ക്ലാസ്സും സാർ ഒന്നും കൂടി ആവശ്യമുണ്ട് എന്നുള്ള പറഞ്ഞ ലെവലിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും ക്ലാസ്സസ് ഇടുന്നത്. അപ്പോൾ എപ്പോഴും എയ്സ് ആപ്പ് ലേണിംഗ് ആപ്പ് നമുക്ക് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 + 4 = 5, 7 + 6 = 13, 9 + 8 ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വീഡിയോ കാണണം കേട്ടോ. ഓക്കെടാ, ഇത് നോക്കടാ, 5നെ 4 കൊണ്ട് കൂട്ടിയാൽ 9 വരിക. അവിടെ 5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാണോ? ഓക്കെ അല്ലല്ലോ അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്താൽ 5 ആക്കാമെന്ന് നോക്കിയാൽ, ഇപ്പോൾ 9 4 കുറച്ച് സാറേ 5 ആവില്ല. ഓക്കെ, സെറ്റ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ 7+6 അതുപോലെ എന്തെങ്കിലും കുറയ്ക്കണ്ടേ? പക്ഷെ അവർ 13 തന്നെ തന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് 7+6 കൃത്യമായിട്ട് 13 തന്നെ അല്ലേ? പക്ഷെ ആ ലിങ്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സെറ്റല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. ഈടാ ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സ്ക്വയറും ക്യൂബും വെച്ച് എന്തോ ചെയ്യാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതെന്തായാലും, കാരണം അങ്ങനത്തെ ഒരു ഡിജിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. ഇവിടെ 5ൻ്റെ സ്ക്വയർ ഞാൻ എടുത്തു, 4ൻ്റെ സ്ക്വയർ ഞാൻ എടുത്തു, അതൊന്ന് ആഡ് ചെയ്ത് നോക്കി. 5ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ എത്രടാ? ഇവിടെ സ്ക്വയർ എടുത്ത് നോക്കണം, ആയില്ലെങ്കിൽ അടുത്ത് ക്യൂബ് എടുത്ത് നോക്കണം കേട്ടോ. ഇവിടെ 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 4ൻ്റെ സ്ക്വയർ എത്രടാ പറഞ്ഞോ? 16. ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 41 കിട്ടിയത്. പക്ഷെ ഓപ്ഷൻ 5. അപ്പോൾ ഈ 41-നെ എന്ത് ചെയ്ത് 5 നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. എങ്ങനെയായിരിക്കും? ഇത്രടാ, ഈ 4ഉം ഇതിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടുക. അങ്ങനെ കിട്ടി എനിക്ക് 5. അതായത് ആ സംഖ്യയുടെ സ്ക്വയർ കണ്ട ശേഷം അത് ആഡ് ചെയ്തു, ആ കിട്ടിയ ഉത്തരത്തിന് അക്കങ്ങൾ പിന്നെ ആഡ് ചെയ്തു 5. അങ്ങനെ അടുത്ത സെറ്റ് ശരിയാവുന്നുണ്ടോ നോക്കാം. 49, 7ൻ്റെ സ്ക്വയർ 49, 6ൻ്റെ സ്ക്വയർ 36, രണ്ടും കൂടി കൂട്ടി അല്ലേ? നമുക്കിത് കൂട്ടുന്ന സമയത്ത് ഇവിടെ എത്ര വരുന്നുണ്ട് നോക്കാം. 49, 36, 9, 6, 15, ബാക്കി ശിഷ്ടം എന്താ എത്ര കിട്ടി? 85 കിട്ടി. 85 അതൊന്ന് ആഡ് ചെയ്ത് നോക്ക്, കൃത്യമായി കിട്ടി 13. കിട്ടിയില്ലേ? ഓക്കെടാ. അപ്പോൾ പാറ്റേൺ മനസ്സിലായി. അപ്പോൾ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ 9ൻ്റെ സ്ക്വയർ എത്രടാ പറഞ്ഞോ? 81 പ്ലസ് 64 എത്ര കിട്ടും നോക്ക്? 145 വരുന്നല്ലേ? ഇല്ലേ? കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് നോക്ക്. ഒന്ന് നോക്കാനല്ല, എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10. സെറ്റല്ലേ? സമാധാനത്തിൽ വീഡിയോസ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. ഒരൊറ്റ വട്ടം കണ്ടതോടെ തീരില്ല, മാത്സ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇവിടെ 2025 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന വർഷമേത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന കലണ്ടർ എല്ലാ വർഷവും, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ. അങ്ങനെ ഒരു റൂളുണ്ട്. നമുക്ക് വേറൊരു കാര്യം അറിയുന്നത്, കലണ്ടേഴ്സിൽ സാധാരണ വർഷമുണ്ട്, അതുപോലെ തന്നെ അതിവർഷമുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കട, ഈ തന്ന 2025 കലണ്ടർ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ കലണ്ടർ അല്ലേ, അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അത് ഏത് വർഷം എന്നാണ് ചോദ്യം. അതിന് ഒറ്റ ട്രിക്കാണ് ഞാൻ പറയണത്. ഇത്ര ചെയ്താൽ മതിരാ. തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട്, കാരണം 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷങ്ങൾ വരിക. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുക. ഈ 4 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ ഒരു സംഖ്യ 4 കൊണ്ട് ഹരിക്കാൻ ഫുള്ളായി ഹരിക്കണം എന്നില്ല. ആ സംഖ്യയിലെ അവസാനം 2 അക്കങ്ങൾ ഹരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സിസ്റ്റം കിട്ടും? 25 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്ര കിട്ടിയിടാവും? 1 കിട്ടി. ഈ സിസ്റ്റത്തിലാണ് കളി. എടാ, സിസ്റ്റം 1 കിട്ടിയാൽ നീ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ 6 വർഷം കൂട്ടുക. സിസ്റ്റം 2ഉം 3ഉം കൂടി കിട്ടിയാൽ, 2 അല്ലെങ്കിൽ 3 കിട്ടിയാൽ നീ തന്നിരിക്കുന്ന വർഷത്തിനൂടെ 11 വർഷം കൂട്ടുക. കിട്ടുന്ന സിസ്റ്റം നിനക്ക് ഇന്നെന്ത് കിട്ടും? 4 കിട്ടുമോ? ഒരിക്കലും ഇല്ല. സിസ്റ്റം എത്ര കിട്ടും? 0 കിട്ടിയാൽ നീ അവിടെ കൂട്ടേണ്ടത് 28 വർഷമാണ്. 0 കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ ലീപ്പ് ഇയറും അതിവർഷവും 28 വർഷം കൂടുമ്പോഴേ റിപ്പീറ്റ് ആവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന 2025 6 കൂട്ടിയാൽ എൻ്റെ ഒരേ ഒരു ആൻസർ 2031. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ സിസ്റ്റത്തിലാണ് കാര്യം, മറക്കരുത്. സിസ്റ്റം 1 11 ഓർക്കരുത്. കാരണം അപ്പം മനസ്സിലാക്കുക, 1 നേരെ 11 ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോക്കണ 2ഉം 3ഉം ആണെങ്കിൽ 11, 0 ആണെങ്കിൽ 28 വർഷം കേട്ടോ. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്, അതൊന്ന് പറഞ്ഞ് പൊയ്ക്കോട്ടെ. അത്രയേ ഉള്ളൂ. നൂറ്റാണ്ടുകൾ അതിവർഷമായ നൂറ്റാണ്ടുകൾ 400 കൊല്ലം കൂടുമ്പോഴേ വരാറുള്ളൂ.
അതിവർഷമായ നൂറ്റാണ്ടുകൾ. നൂറ്റാണ്ടുകൾ ഒരിക്കലും നമ്മൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, 1800 അതൊരു ലീപ്പ് ഇയർ ആണെന്ന് വെച്ചാൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷേ 400 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നൂറ്റാണ്ടുകൾ ഹരിക്കേണ്ടത് 4 കൊണ്ടല്ല, 400 കൊണ്ടാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾ 400 കൊണ്ട് ഹരിക്കണം. അങ്ങനെ വരുന്ന നൂറ്റാണ്ടുകൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നൂറ്റാണ്ടിന് ഒരു കാര്യത്തിൽ ഒരു കണ്ടീഷനുണ്ട്. 1872 കൂടെ ആ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന വർഷം ഏത് ചോദിച്ചു. എനിക്കിവിടെ 28 ആഡ് ചെയ്തു. എനിക്കിവിടെ 1900 കിട്ടി. ഈടാ ഈ നൂറ്റാണ്ട് ശ്രദ്ധിക്കണം, ഇത് ലീപ്പ് ഇയർ ആണോ? നൂറ്റാണ്ടുകൾ ഹരിക്കേണ്ടത് 400 കൊണ്ടാണ് അല്ലേ? ആദ്യത്തെ അതിവർഷമായ നൂറ്റാണ്ട് ഏതാണ്? 400, പിന്നെ 800, പിന്നെ 1200, പിന്നെ 1600. തൊട്ടടുത്ത് നടന്ന നൂറ്റാണ്ട് ലീപ്പ് ഇയറായ നൂറ്റാണ്ട് 2000. അപ്പോൾ ഇവിടെ നോക്കട്ടെ, 1900 നൂറ്റാണ്ടല്ല. അപ്പോൾ 1872 കലണ്ടർ അത് അതിവർഷമായ കലണ്ടറാണ്. അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന 1900 പറഞ്ഞാൽ അത് തെറ്റും. ബിക്കോസ് കിട്ടുന്നത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ 72 എന്നുള്ള വർഷം, ഈ 72 വർഷം ഇതിൻ്റെ കൂടെ 28 കൂട്ടുമ്പോൾ കിട്ടുന്ന നൂറ്റാണ്ട് കൺഫേമായ ഒരു നൂറ്റാണ്ട്. ആ നൂറ്റാണ്ട് അതിവർഷമല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അത് അതിവർഷമല്ലെങ്കിൽ കൂട്ടേണ്ടത് 28 40. പല ബുക്കുകളിലും പലവിടെയും പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാണ്. ജസ്റ്റ് ഞാനൊന്ന് വായിച്ചോട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പൊരുൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ 1872 കൂടെ 28 കൂട്ടിയാൽ 1900 കിട്ടും. ഇത് ലീപ്പ് ഇയർ ആണ്, ഇത് ലീപ്പ് ഇയർ അല്ല, ഇത് നോർമൽ ഇയർ ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കൂട്ടേണ്ടത് 28 40. 1912 ആയിരിക്കും ആൻസർ. ഇപ്പോൾ എക്സാമ്പിൾ ഒന്നുകൂടി, 1672 കൂടെ കൂട്ടേണ്ടത് 28 40. ബിക്കോസ് 28 കൂട്ടിയാൽ 1700 കിട്ടും. അത് ലീപ്പ് ഇയർ ആണോ? അല്ല. അപ്പോൾ കൂട്ടേണ്ടത് ഇതാണ്. അപ്പോൾ 1712 കിട്ടും. ഇതെവിടെയാണ് ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഈ 72 വരുന്ന സംഖ്യയിൽ മാത്രമാണ് ഈ കണ്ടീഷനിൽ പ്രശ്നമുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതേ തന്നെ 1972 കൂടെ എത്ര കൂട്ടണം? 28 കൂട്ടിയപ്പോൾ എനിക്ക് 2000 കിട്ടി. ഇത് പ്രശ്നമല്ല, കാരണം ഇതും ലീപ്പ് ഇയർ ആണ്, ഇതും ലീപ്പ് ഇയർ ആണ്. അപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് ലീപ്പ് ഇയറായ അതില്ലെങ്കിൽ അതിവർഷമായ നൂറ്റാണ്ടാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട. അതല്ലെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടത് 28 നിങ്ങൾ കൂട്ടേണ്ടത് 40. പലവിടെയും ഇത് പറഞ്ഞിട്ടില്ല. PSC ഇതിന് മുമ്പ് ട്വിസ്റ്റായി തന്നിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ ഏകദേശം സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് വേണം, സെറ്റായിരിക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് വീണ്ടും റിപ്പീറ്റായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇതുപോലെ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ഏസ് ലേണിംഗ് ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ പിന്നെയും കാണാം. ബൈ.